കൊലപാതക കേസിൽ ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ട പ്രതിക്ക് വിവാഹത്തിനായി പരോൾ നൽകി ഹൈക്കോടതി. തൃശൂർ സ്വദേശി പ്രശാന്തിനാണ് പരോൾ അനുവദിച്ചത്. കൊലപാതക കേസിൽ ശിക്ഷിക്കപ്പെട്ടയാളെ വിവാഹം കഴിക്കാൻ പോകുന്ന യുവതിക്ക് വേണ്ടിയാണ് പരോൾ അനുവദിച്ചതെന്ന് കോടതി. വധുവിന്റെ ഈ ധീരമായ നിലപാട് കോടതിക്ക് അവഗണിക്കാനാവില്ലെന്ന് ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ പറഞ്ഞു. ലവ് റെക്കഗ്നൈസസ് നോ ബാരിയേഴ്സ്. ഇറ്റ് ജംപ്സ് ഹർഡിൽസ്, leaps fences, penetrates walls to arrive at its destination full of hope. പ്രണയത്തിന് മുന്നിൽ പ്രതിബന്ധങ്ങളില്ല. അതിരുകളും ചുവരുകളും ഭേദിച്ച് അതിൻ്റെ ലക്ഷ്യത്തിലെത്തും. അമേരിക്കൻ കവയിത്രി മായ ആഞ്ചലോയുടെ ഈ പ്രണയ കവിത ഉദ്ധരിച്ചായിരുന്നു പരോളിന്റെ അനുമതി. ശ്യാം ദേവരാജുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ശ്യാം, മനോഹരമായ വിധി. ചില സമയങ്ങളിലെങ്കിലും വിധിന്യായങ്ങൾക്ക് വൈകാരികമായ ഹൃദയത്തിന്റെ ഭാഷ വരും, അല്ലേ ശ്യാം? ഡോക്ടർ അരുൺകുമാർ, എപ്പോഴും ഹൃദയസ്പർശിയായ സമീപകാലങ്ങളിൽ ഹൃദയസ്പർശിയായ വിധിന്യായങ്ങൾ എഴുതുന്ന ന്യായാധിപനാണ് കേരള ഹൈക്കോടതിയിലെ നമ്മുടെ ഹൈക്കോടതിയിലെ ജഡ്ജിയായ സിംഗിൾ ബെഞ്ച് അധ്യക്ഷനായ ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ. അദ്ദേഹത്തിൻ്റെ മുന്നിലേക്കാണ് തൃശ്ശൂർ പ്രതിയായ പ്രശാന്തിൻ്റെ അമ്മ ഇത്തരമൊരു ഹർജിയുമായി വരുന്നത്. വിവാഹത്തിനായി കൊലപാതക കേസിൽ ശിക്ഷിക്കപ്പെട്ട പ്രതിക്ക് വിവാഹത്തിനായി പരോൾ അനുവദിക്കണം എന്നായിരുന്നു അമ്മയുടെ ഹർജിയിലെ ആവശ്യം. ആ കാര്യമാണ് ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് അംഗീകരിക്കുന്നത്. അതിൽ ഈ വിധിന്യായം ആരംഭിക്കുന്നത് തന്നെ അതിൽ പറയുന്നത് അമേരിക്കൻ കവയിത്രിയായ മായ ആഞ്ചലോയുടെ വിഖ്യാതമായൊരു ഈ പ്രണയം തുളുമ്പുന്ന വരികൾ ഉദ്ധരിച്ചുകൊണ്ടാണ്. പ്രണയത്തിന് മുന്നിൽ പ്രതിബന്ധങ്ങളില്ല, അതിരുകളും ചുവരുകളും ഭേദിച്ച് അതിൻ്റെ പ്രതീക്ഷാ നിർഭരമായ ലക്ഷ്യത്തിലേക്ക് അത് എത്തുക തന്നെ ചെയ്യും എന്നതാണ്. അക്കാര്യമാണ് ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് ഈ വിധിന്യായത്തിൽ സൂചിപ്പിക്കുന്നത്. തൃശൂർ സ്വദേശി പ്രശാന്തിനാണ് ഈ രീതിയിൽ പരോൾ, വിവാഹത്തിനുള്ള പരോൾ അനുവദിക്കുകയും ചെയ്യുന്നത്. പ്രശാന്തിന്റെ അമ്മ നൽകിയ ചില വിധിന്യായങ്ങൾക്ക് ഹൃദയത്തിന്റെ ഭാഷയാണ്.